നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ എത്തിയത്. 1980-ലുണ്ടായ ക്രൈസിസ് സൂചിപ്പിച്ചു, 2000-ലുണ്ടായ ക്രൈസിസ് സൂചിപ്പിച്ചു. പക്ഷെ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റാവുന്ന തലത്തിലേക്ക് അത് വന്നു. പക്ഷെ ഇന്ന് നാം കാണുന്നത് വളരെ അപകടകരമായ സ്ഥിതിവിശേഷമാണ്. 2020-ൽ ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഞാൻ കൺവീനറായിട്ടുള്ളൊരു കമ്മിറ്റി, ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ടൊരു വൈറ്റ് പേപ്പർ ഞങ്ങൾ പുറത്തിറക്കി. അന്ന് ഡോക്ടർ മേരി ജോർജിൻ്റെയൊക്കെ സേവനം ഞങ്ങൾ തേടിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം ശ്രീ CP ജോൺ കൺവീനറായിട്ടുള്ളൊരു കമ്മിറ്റി ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഒരു വൈറ്റ് പേപ്പർ പുറത്തിറക്കി. ഈ 2 വൈറ്റ് പേപ്പറിലും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ ദുരന്തത്തെക്കുറിച്ചുള്ള കൃത്യമായി മുന്നറിയിപ്പ് നൽകി. എല്ലാ അപകടങ്ങളിലേക്കാണ് സർക്കാർ പോകുന്നത് എന്ന് ഞങ്ങൾ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകി. ഇന്നത്തെ സ്ഥിതി എന്താണ്? എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ നവകേരള സദസ്സ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഖജനാവിന്റെ സ്ഥിതി എന്തായിരുന്നു? 5 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ഒരു ചെക്ക് പാസ്സാണ്. കുറെ നാളായി. 15 ദിവസം മുമ്പാണ് ധനമന്ത്രി വേറെ ഉത്തരവ് കൊടുത്തത്. 1 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ഒരു ചെക്ക് പാസ്സാണ്. സാധാരണ ട്രഷറിയിലേക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ താൽക്കാലികമായി ചില ക്രൈസിസ് വരുന്ന സമയത്തൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ക്രൈസിസ് അങ്ങനെ താൽക്കാലികമായി പരിഹരിക്കപ്പെടാൻ പറ്റുന്ന ഒരു ക്രൈസിസ് അല്ല. ഇത് നീണ്ടു നിൽക്കുന്ന ഒരു ക്രൈസിസ് ആണ്. അപകടകരമായ നിലയിലേക്ക് ഇത് പോവുകയാണ്. ഇപ്പൊ തന്നെ കേരളത്തിലെ സോഷ്യൽ വെൽഫെയർ സ്കീംസിലെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനെ മുഴുവനായി ഇത് ബാധിച്ചു കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും. ഇപ്പൊ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുത്തിട്ട് 5 മാസമായി. 5 മാസമായി കൊടുത്തിട്ട്. അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പെൻഷൻ സ്കീം ഉണ്ടാക്കി, ഒരു പെൻഷൻ ഫണ്ട് ഉണ്ടാക്കി. അത് ഓഫ് ദ ബജറ്റാണ്. ബജറ്റിലല്ല, കിഫ്ബി ഉണ്ടാക്കിയതുപോലെ ഓഫ് ദ ബജറ്റായിട്ട് ഉണ്ടാക്കി പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീം. അത് ഇലക്ഷന് വേണ്ടിയിട്ടാണ്. ഇലക്ഷന് മുമ്പായിട്ട് പെൻഷൻ ഉറപ്പുവരുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനാണ് ഏറ്റവും സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ടവരായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുക എന്നത് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനാണ്. അതല്ലോ, ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആക്കിയിട്ടാണ് പെൻഷൻ ഫണ്ട് ഉണ്ടാക്കി ഓഫ് ദ ബജറ്റ്. കിഫ്ബിയും കൊണ്ടുവന്നു ഓഫ് ദ ബജറ്റ്. കിഫ്ബി കൊണ്ടുവന്ന സമയത്ത് തന്നെ അതിനെ ശക്തിയായി എതിർത്തിരുന്ന ഒരാളാണ്. നിയമസഭയ്ക്കകത്ത് അത് കൊണ്ടുവന്നപ്പോൾ നമ്മൾ കൊണ്ടുവന്നൊരു ലീഗൽ ഒബ്ജക്ഷൻ ഉണ്ട്. ഒന്ന്, അത് എല്ലാ ഇടപാടുകളും നമുക്കറിയാം, എല്ലാ അലോക്കേഷനും സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന ഓരോ തുകയ്ക്കും ലെജിസ്ലേച്ചറിന്റെ സ്ക്രൂട്ടിനിക്ക് വിധേയമാണ് അല്ലേ? കിഫ്ബി അല്ല. കിഫ്ബിയുടെ ബേസിക് കോർപ്പസ് എവിടുന്ന? ബേസിക് കോർപ്പസ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. മോട്ടോർ വെഹിക്കിൾ ടാക്സിൽ നിന്നാണ് മേജറായിട്ട് ഇത് പോകുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പൊ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കുകയും ലെജിസ്ലേച്ചറിന്റെ സ്ക്രൂട്ടിനിക്ക് വിധേയമാവുകയും ചെയ്യില്ല. എന്നിട്ട് പുറത്തു നിന്ന് കടം കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ഗ്യാരണ്ടി എന്താ? സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുത്ത ആരാ കടം തരാത്തത്? അപ്പോ സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനം സെൽഫ് ജനറേറ്റിംഗ് അല്ല, ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള സ്ഥാപനമല്ല. അപ്പൊ അൾട്ടിമേറ്റ് ആയിട്ട് ആ കടബാധ്യത മുഴുവൻ എവിടെ വരും? ആ കടബാധ്യത സ്റ്റേറ്റിന്റെ ബജറ്റിലേക്ക് വരും. പിന്നെ ഇത് സ്റ്റേറ്റിന്റെ കടമെടുപ്പിൽ പെടില്ല എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. സ്റ്റേറ്റിന്റെ കടമെടുപ്പിന്റെ ഭാഗമാണ്. കിഫ്ബി ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. കിഫ്ബി ഇറ്റ്സെൽഫ് ഈസ് എ സ്റ്റേറ്റ് ആണത്. കാരണം ഒരു 50% കൂടുതൽ സ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഓർഗനൈസേഷനും സ്റ്റേറ്റ് ആണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് BPCL ഇതൊക്കെ സ്റ്റേറ്റ് ആണ്. ഇന്ത്യൻ റെയിൽവേ ഇതെല്ലാം സ്റ്റേറ്റ് ആണ്. കിഫ്ബി സ്റ്റേറ്റ് ആണ്. അപ്പോൾ കിഫ്ബി എടുക്കുന്ന പണത്തിന്റെ ഉത്തരവാദിത്വം അവസാനം സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് വരും. കടമെടുപ്പിന്റെ ഭാഗമായിട്ട് വരും. ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം തന്നെ പിറ്റേ വർഷം C&AG റിപ്പോർട്ടിൽ അതുപോലെ തന്നെ വന്നു. 2 വർഷം തുടർച്ചയായി ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട പല കാര്യങ്ങൾ, ഭരണഘടനാ പ്രൊവിഷനും എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ വന്നു. ഇപ്പൊ എന്താണ്? ഇപ്പൊ അതൊക്കെ ബാധ്യതയാണ്. 10,000 കോടിയോളം രൂപ എടുത്തത് 3 വർഷമായിട്ടല്ലേ 3,000 കോടി 3,500 കോടി വെച്ച് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൂടി ബാധ്യതയാവും. പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോ KSRTCയുടെ പബ്ലിക് സെക്ടർ
ഭൂട്ടാറായി കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ടവന്റെ പൊതുഗതാഗത സംവിധാനമുണ്ട് ഭൂട്ടാറായി. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 3 മാസമായിട്ട് ടെൻഡറിൽ വിതരണക്കാർ പങ്കെടുക്കുന്നില്ല. 6 മാസമായി അവർക്ക് വിതരണക്കാർക്ക് കൊടുക്കാനുള്ള തുക 1500 കോടി. നെല്ല് സംഭരിച്ചതിന്റെ തുക കൊടുക്കാനുള്ളത് 1000 കോടി. ഇലക്ഷന് മുമ്പ് കിറ്റ് കൊടുത്തതിന്റെ പൈസ പോലും കൊടുത്തിട്ടില്ല. 4000 കോടി രൂപയുടെ ബാധ്യതയാണ് സപ്ലൈക്ക്. മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട സ്ഥാപനമാണ് സപ്ലൈക്ക്. പൂട്ടാൻ പോവുകയാണ്. വൈദ്യുതി ബോർഡ്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലായി. ഒരു യൂണിറ്റിന് 20 പൈസ വെച്ച് കുറച്ചു കൊടുത്തു. ഇപ്പോഴുള്ള സ്ഥിതി എന്താ പറയുക? ഈ 7 കൊല്ലം കൊണ്ട് 1957 മുതൽ 2016 വരെയുള്ള LCT ബോർഡിന്റെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഡെറ്റ് എന്ന് പറയുന്നത് 1083 കോടി രൂപയാണ്. അത്രയേ ഉള്ളൂ. 2016 നമ്മൾ ഇറങ്ങുമ്പോൾ 1080. ഇപ്പൊ എത്രയാണ് കടമെന്നറിയാം? 7 കൊല്ലം കൊണ്ട് 40,000 കോടിയാണ്. അപ്പൊ കഴിഞ്ഞ 6-7 മാസം മുമ്പ് വൈദ്യുതി ചാർജ് കൂട്ടി, ഇപ്പൊ വൈദ്യുതി ചാർജ് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇനി എല്ലാ മാസവും കൂട്ടിയാലും വൈദ്യുതി ബോർഡിൽ നിൽക്കാൻ പറ്റാത്ത ക്രൈസിസിലേക്ക് പോവാണ്. കറപ്ഷൻ ഉണ്ട്, കെടുകാര്യസ്ഥതയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, തെറ്റായ മിസ്മാനേജ്മെന്റ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടൊരു വെൽഫെയർ ബോർഡ് കൂട്ടാൻ പോകും. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൂട്ടാൻ പോകും. കൂട്ടി ഓൾമോസ്റ്റ്. വെൽഫെയർ ബോർഡുകൾ കൂട്ടും ധാരാളം. കാരണം സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ ഈ വെൽഫെയർ ബോർഡിലേക്ക് ഒന്നും പോകുന്നില്ല. പരിതാപകരമായ അവസ്ഥ. ഏറ്റവും ഭവന നിർമ്മാണ പദ്ധതി കൊട്ടിഘോഷിക്കപ്പെട്ടത് ലൈഫ് മിഷൻ പദ്ധതി. ഈ വർഷം നീക്കിവെച്ചത് 717 കോടി. കടലാസിൽ നീക്കിവെച്ചാൽ കൊടുത്തത് 18 കോടി. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഇല്ല. തല കെട്ടിയിട്ട് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നില്ല. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഭിത്തി കെട്ടിയതിന് തേർഡ് ഇൻസ്റ്റാൾമെന്റ് ഇല്ല. എല്ലാം സ്തംഭനാവസ്ഥയിലായി. പട്ടികജാതിക്കാർക്ക് കഴിഞ്ഞ 3 കൊല്ലമായി ഒരു ആനുകൂല്യവും കൊടുക്കുന്നില്ല. കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. നിങ്ങളുടെ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് 7 DA കുടിശ്ശിക വരുത്തുന്നത് അല്ലെ? 21% ഇപ്പൊ മാസമായപ്പോഴേ. പെൻഷൻകാർ 1 ലക്ഷം പേര് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടാൻ മരിച്ചുപോയി. 40,000 കോടി രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടിയുള്ള ബാധ്യത ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. പൊതുമരാമത്തിന്റെ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് 12,000 കോടി രൂപയാണ്. മനസ്സിലായില്ലേ? ഞാൻ മുഴുവൻ പറയുന്നില്ല. അത്രയും ബാധ്യതകളാണ്. 1 രൂപ, ഒരു നയാ പൈസ കയ്യിലില്ല. ലോക്കൽ ബോഡിയിൽ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കേണ്ടിയിരുന്നത് ഓഗസ്റ്റിലായിരുന്നു. അതിപ്പോഴാണ് കൊടുത്തത് മെയിൻ്റനൻസ് ഗ്രാന്റ് കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടെന്താ കാര്യം? പഞ്ചായത്തിൽ പുല്ല് പറ്റിയതിന്റെ കാശ് കൊടുക്കാൻ ബില്ല് കൊണ്ടുപോയി ട്രഷറി കൊടുത്താൽ പാസ്സാവില്ല. ഒരു ഓട പണിയാനുള്ള കാശ് സർക്കാരിന്റെ കയ്യിലില്ല. നിങ്ങളിപ്പോ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ശമ്പളം കിട്ടാതാവുമ്പോൾ നിങ്ങളെ പോകുമ്പോൾ അതിലേക്കാണ് പോകുന്നത്. അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത്. ഞങ്ങളിത് നേരത്തെ ഓൺ ചെയ്ത ആളുകളാണ്. ഇത് സംഭവിക്കുമെന്ന് പറയുന്നത്. അപ്പൊ ദൂരത്തിന് യാതൊരു കുറവുമില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടി. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ എടുത്തു കഴിഞ്ഞാൽ ഇത്ര ഇൻഎഫിഷ്യൻസി ഉള്ള ഒരു ഗവൺമെന്റ് അടുത്ത കാലത്ത് രാഷ്ട്രീയം പറയണമെന്ന് വെച്ചു. ഞാൻ ഇപ്പോ ജോസഫ് സി ബാറ്റർ ദ മോസ്റ്റ് ഇൻഎഫിഷ്യന്റ് ടീം കേരള ഹാസ് എവർ സീൻ. അതാണ്. ഒരു ഉത്തരവാദിത്വമില്ല ആർക്കും. ഇപ്പോ ഹയർ എഡ്യൂക്കേഷൻ പറഞ്ഞു 9 യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറില്ല. ഏത് കാലത്താണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? അങ്ങനെ 66 ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പൽമാരില്ല. പിള്ളേരെല്ലാം പോവാണ്. മാഡം പറഞ്ഞില്ല എയ്ഡഡ് കോളേജൊക്കെ ഓക്കെ ആയിരുന്നു. എവിടെ? നമ്മൾ പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രിക്കും ഫിസിക്സിനും ഒക്കെ അഡ്മിഷൻ കിട്ടാൻ എന്ത് പാടായിരുന്നു. 90%, 95% ഉണ്ടെങ്കിൽ കെമിസ്ട്രിയും ഫിസിക്സും കിട്ടുള്ളൂ. എല്ലാ സീറ്റും വേക്കന്റ് ആണ്. മേജർ കോളേജ് അറിയപ്പെടുന്ന കേരളത്തിലെ ഓട്ടോണമസ് കോളേജുകളുണ്ട്, വലിയ പേരെടുത്ത കോളേജുകൾ, സീറ്റ് വേക്കന്റ് ആയി കിടക്കുക. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എല്ലാ സീറ്റ് വേക്കന്റ് ആയി കിടക്കുകയാണ്. കുട്ടികൾ പോവാണ് പുറത്തേക്ക്. കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ അതിന്റെ കാരണം എന്താണ്? സെന്റർ ഓഫ് എക്സലൻസ് ആക്കി നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മാറ്റണ്ടേ? അതിന് പകരം വ്യാജ ഡിഗ്രി കൊടുത്തുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരാളിരിക്കും ഡോക്ടറേറ്റ്. ബാംഗ്ലൂർ ആരോ ഒരു തീസിസ് കൊടുത്തത് അതുപോലെ തന്നെ കോപ്പി അടിച്ചു വെച്ചത്. അതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കും കൂടി ഉണ്ട് ഈ തീസിസ്. അതുപോലും മാറ്റിയില്ല. എന്നിട്ട് ആളവിടെ ഇരിക്കുക. മാതൃക. ഡിഗ്രി പാസ്സാവാതെ, ബികോം പാസ്സാവാതെ, എറണാകുളത്തെ ബികോം പാസ്സാവാതെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എംകോമിന് ചേർന്നു. കായംകുളത്ത് ഏരിയ സെക്രട്ടറി. പോലീസ് പിടിച്ചപ്പോ ഭയങ്കര വിറ്റായിരുന്നു. ശരിക്കും ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ 2 ലക്ഷം രൂപ കൊടുത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തത്. എറണാകുളത്തെ ഏജൻസിക്കാരൻ ഏരിയ പ്രസിഡന്റാണ് ഏരിയ സെക്രട്ടറിക്ക് സംഘടിപ്പിച്ചു കൊടുത്തത്. ഏരിയ പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ശരിക്ക്
ഇത് ഒറിജിനൽ ആണെന്ന് വിചാരിച്ചിട്ടാണ് എറണാകുളത്തെ ഏജൻസിയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നത്. എറണാകുളത്തെ ഏജൻസിയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഏജൻസിക്കാരൻ പറഞ്ഞത് ഏരിയ പ്രസിഡന്റ് 2 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറിയിൽ നിന്ന് മേടിച്ചു. അവൻ എനിക്ക് 1.20 തന്നില്ല, 80 അവൻ അടിച്ചു. ഹയർ എഡ്യൂക്കേഷനാണ് കേരളത്തില്. എവിടെ കിട്ടും വ്യാജ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിന്റെ നിലവാരം കംപ്ലീറ്റ് ആയിട്ട് പോയി. യൂണിവേഴ്സിറ്റികൾക്കൊന്നും പൈസ കൊടുക്കുന്നില്ല ഗവൺമെന്റ്. യൂണിവേഴ്സിറ്റികൾക്ക് ഇൻകം ജനറേറ്റിംഗ് ആയിരുന്നു അവരെങ്ങനെ ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ മറ്റൊക്കെ. അപ്പൊ വേറെ യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ വരുമാനം കംപ്ലീറ്റ് അങ്ങോട്ട് പോയി. ലോക്കൽ ബോഡികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, വികസന പ്രവർത്തനങ്ങൾ നിൽക്കുന്നില്ല. ഈ 5 പൈസ ഇല്ലാത്ത സമയത്താണ് കേരളയിൽ കൊണ്ടുവന്നത് 2 ലക്ഷം കോടി രൂപ ചെലവാണ്. സമ്മതിക്കണ്ടേ? തൊലിക്കെട്ടി ഒരു DPR ഇല്ല, ഒരു ഇക്കണോമിക് ഫിനാൻഷ്യൽ സ്ക്രൂട്ടിനി നടന്നിട്ടില്ല, ഒരു കാര്യമില്ല. അതിന്റെ പുറകെ പോവാണ്, അതിന്റെ പുറകെ ഒരു നയാ പൈസ. അതൊക്കെ കേരളീയം നവകേരള സദസ് അത് മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ട് ഞാൻ ചിരിച്ചു പോയി. അതായത് എന്തിനാ കേരളീയം നടക്കണമെന്ന് ചോദിച്ചപ്പോൾ ഈ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും മദ്രാസിൽ നിന്നൊക്കെ വന്ന ആളുകൾ കേരളത്തിൽ വന്ന് കണ്ടിട്ട് പുറത്തു പോയി കേരളത്തെ പറ്റി നല്ലത് പറയുന്നത്. അവര് വന്നപ്പോൾ തുലാവർഷമായിരുന്നു, ഒടുക്കത്തെ മലയിൽ 100 റോഡുകൾ തിരുവനന്തപുരത്ത് കേടായി കിടക്കുകയായിരുന്നു. എന്ത് വന്നിട്ട് നല്ലത് പറഞ്ഞിട്ട് പോകാനാണ് കേരളത്തെ പറ്റി? കേരളത്തെ പറ്റി നല്ലത് പറയാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാത്ത കാലത്ത് ഈ ഇത് നിങ്ങൾക്ക് ഈ ഇത് പറഞ്ഞില്ലല്ലോ, റവന്യൂവിനെ പറ്റി പറഞ്ഞില്ലല്ലോ. റവന്യൂ എന്താ ഇല്ലാത്തത്? വാറ്റിൽ നിന്ന് GST മാറി അല്ലെ? GST ഈസ് ആൻ എൻറ്റയർലി ഡിഫറെന്റ് സിസ്റ്റം. വാറ്റിൽ നിന്ന് വ്യത്യസ്തം. മറ്റത് ഒറിജിനൽ പോയിന്റിലാണ് ടാക്സ്, ഇത് എൻ പോയിന്റിലാണ് ടാക്സ്. ഞങ്ങൾ വി ഹാവ് ബീൻ ഡിമാൻഡിങ് ഫോർ ദ ലാസ്റ്റ് 5 years ഫോർ എ റീസ്ട്രക്ചർ ഇൻ ദ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം. ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ 90% സ്റ്റേറ്റ് ചെയ്തു, കേരളം ചെയ്തിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയുന്നത് വിശ്വസിക്കുന്നു, കേരളത്തിൽ GST വകുപ്പിൽ 1000 പേര് ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുക ചുമ്മാ. ഞാൻ പറഞ്ഞത് ഉടനെന്ന് ചോദിച്ചു, 1000 പേര് ഒരു പണിയില്ല. ഇപ്പൊ കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് വെട്ടിപ്പുകാരുടെ പർദീസാണ്. നോ ചെക്ക് പോസ്റ്റ്, നോ ക്യാമറ, നോ ഇന്റലിജൻസ്, നത്തിങ്. ആർക്കും B2 ബിസിനസ് ചെയ്യാം. അതായത് അവിടെ നിന്ന് സാധനം മേടിച്ചുകൊണ്ടുവന്ന് ഇവിടെ കടയിൽ കച്ചവടം നടത്താം, ടാക്സ് കൊടുക്കാറ്. B2C ചെയ്യാം. എന്നുവെച്ചാൽ ഞാനൊരു 5000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുക, അതിന്റെ ടൈൽസ് മുഴുവൻ ഞാൻ കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എനിക്ക് വയ്ക്കുക, ടാക്സ് കൊടുക്കുന്നത്. ടാക്സ് വെട്ടിപ്പാണ് കേരളം മുഴുവൻ. നിങ്ങൾ ഗോൾഡ്, ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് 25 years ബാക്ക് എന്തായിരുന്നു ഗോൾഡിന്റെ വില? ഒരു ഗ്രാമിന് 500 രൂപ, 4000 രൂപ അല്ലേ ഒരു പവന്. ഇപ്പൊ എത്രയാണ് ഒരു പവന് വില? 50,000 രൂപ. തെറ്റാണെയും പറയണേ, സ്ത്രീകളാണ് സ്വർണം മേടിക്കുന്നത്. പിന്നെ അതിന്റെ പണിക്കൂലിയൊക്കെ 50,000. അപ്പൊ 12 ഇരട്ടി കൂടുതൽ വർദ്ധിച്ചല്ലോ, 12-13 ഇരട്ടി വില വർദ്ധിച്ചല്ലോ. അത്രയും ടാക്സിന്റെ ഇൻക്രീസ് വേണ്ടേ? 25 കൊല്ലം മുമ്പ് കിട്ടിയിരുന്ന ടാക്സ് തന്നെ ഇപ്പോഴും കിട്ടി സ്വർണത്തിൽ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കുന്ന സ്ഥലമാണ് കേരളം. ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കുന്ന സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് സ്വർണം വരുന്ന സ്ഥലമാണ്. ഈ സ്വർണത്തിൽ നിന്ന് മാഡം പറഞ്ഞത് 12,000 കോടി വരെ ആകാം. അതിൽ നിന്നുള്ള വരുമാനം അത് പോട്ടെ, ഒരു 5,000 കോടി രൂപ കിട്ടുന്നു മിനിമം. ആര് നോക്കുന്നു? എവിടെ നോക്കുന്നു? എന്ത് നോക്കുന്നു? എന്ത് ഈസി ആയിട്ട് ഒരു ഇന്റലിജൻസ് സംവിധാനം ഉണ്ടായാൽ ഈ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത് പിടിക്കാം. ഇപ്പൊ എന്താ പരിപാടി? ഇപ്പൊ എല്ലാവരും ആഭരണം ഉണ്ടാക്കണം, ഓരോ വീടെടുത്തിട്ട് ആഭരണം ഉണ്ടാക്കണം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ ഒരു ബ്രീഫ് കേസ് ഒക്കെ ഇട്ട് വരികയാണ്. 100 പവൻ, 100 പവനാണെങ്കിൽ 100 പവൻ നല്ല ഗോൾഡ്, അവർ കുഴപ്പമില്ല. ജുവലറിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ല ഗോൾഡൊക്കെയാണ്. ടാക്സ് കൊടുക്കേണ്ട ആളുകൾ മേടിക്കുകയാണ്. നേരിട്ടാണ് നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം നടക്കുക. എന്താ GST വകുപ്പിന്റെ ജോലി? എന്താ എന്നിട്ട് ഇപ്പൊ പറയാ എന്താണ്? വേറൊരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നല്ല അല്ല നീ ആന്റി പ്രോഫിറ്റ് ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പാസ് ഉണ്ടല്ലോ. E-way ബില്ല്. സോറി, എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. E-way ബില്ല്. സ്വർണത്തിന് എന്തിട്ട് E-way ബില്ല്? സ്വർണ്ണം എങ്ങനെ കൊണ്ടുവരുന്നത്? ചാക്കി കിട്ടിയാണോ കൊണ്ടുവരുന്നത്? സ്വർണം കൊണ്ടുവരുന്നതൊക്കെ വളരെ ബാഗിൽ വളരെ സെറ്റ്. E-way ബില്ല് വലിയ ലോറിയിലേക്ക് വരുമ്പോഴാണ് E-way ബില്ലിന്റെ കാര്യം അല്ലേ? E-way ബില്ല്, സ്വർണത്തിന് E-way ബില്ല് വെച്ചിട്ട് ഏതെങ്കിലും സ്വർണം പിടിച്ചു. സ്വർണം ഇപ്പൊ പിടിക്കുന്നത് എങ്ങനെ? ആരെങ്കിലും ഒറ്റ കൊടുക്കും, യുവമാര് തമ്മിൽ അടിയിക്കുന്നുണ്ടാവും. ഇപ്പൊ സ്വർണം കള്ളക്കടത്ത് മാത്രമല്ല, സ്വർണം കള്ളക്കടത്ത് നടത്തുന്നവന്റെ ആ സ്വർണം അടിച്ചു മാറ്റും.
വേറെ ബിസിനസ്സും കൂടി കേരളത്തിൽ തുടങ്ങിയിരിക്കുകയാണ്, ക്രൈം ആക്ടിവിറ്റി അല്ലേ? അതുപോലെ തുടങ്ങിയിരിക്കുകയാണ്. ഇനി ബാർ 29 ബാറേ ഉണ്ടായത് ഈ ഗവൺമെന്റ് വരുമ്പോൾ ഇപ്പൊ വേണ്ട 700 ബാറായി. ബാറിന്റെ എണ്ണം കൂടി. ഇതിന്റെ അകത്ത് വല്ല കുറവുണ്ട്? ഒരു കുറവില്ല. കുറവായിട്ട് നമുക്കൊരു സൂചനയും കിട്ടിയിട്ടില്ല. കൂടിക്കൊണ്ടിരിക്കുകയാണ്. വരുമാനം നേരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് GST അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് 30,000 കോടി രൂപയുടെ നഷ്ടം IGST. ഞാനിത് പറഞ്ഞപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കി. 2 കൊല്ലം മുമ്പ് 25,000 കോടി രൂപ IGSTയിൽ നിന്ന്, അതായത് വേറെ സംസ്ഥാനത്ത് നിന്ന് സാധനം കൊണ്ടുവരുമ്പോൾ അവിടെ ബില്ല് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അക്കൗണ്ട്സ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻട്രൽ പൂളിലേക്ക് പോകും. ആ പൈസ, ആ സെൻട്രൽ പൂളിൽ നമ്മൾ കൊടുക്കുന്ന പൈസ നമുക്ക് തിരിച്ചുകൊണ്ട് കിട്ടും. ഒരു വർഷം 5,000-6,000 കോടി രൂപയാണ് കേരളം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നൊക്കെ പറയുന്നത് ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി വന്നപ്പോൾ അവർ കറക്റ്റ് ചെയ്യാൻ അപ്പോൾ പറഞ്ഞത് ശരിയാണ്. അതായത് 5 വർഷമായിട്ട് GSTയിൽ പ്രോപ്പർ അക്കൗണ്ട്സ് കൊടുക്കാൻ ഒരു പ്രൊസീജിയർ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്ത് ടാക്സ് അഡ്മിനിസ്ട്രേഷനാണ്? അപ്പൊ കോടികളാണ് നികുതിയിൽ നിന്ന് നികുതി വരുമാനം കിട്ടേണ്ട കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുന്നു. ഈ ഏറ്റവും വലിയ ഈ ക്രൈസിസ് ഉള്ള സമയത്ത് ആവശ്യമില്ലാതെ ഉള്ള ചെലവുകൾ ഭയങ്കരമായി കൂടുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് കേൾക്കുന്നത്. എല്ലാ സ്ഥാപനങ്ങളും ഈ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ ഒക്കെ കീഴിലുള്ള സ്പിന്നിങ് മില്ലുകളൊക്കെ പൂട്ടി. കാരണം ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഗവൺമെന്റിന് റോൾ ഇല്ലാത്ത തരത്തിൽ പൈസയിലേക്ക് എന്താ റോള്? ഒരു തരത്തിലും ഇടപെടാൻ കഴിയാത്ത രീതിയിലുള്ള ഏറ്റവും, ഞാൻ ദീർഘമായി പറയുന്നില്ല, കുറച്ച് പറയാന്ന് പറഞ്ഞാൽ തീരാത്തത്ര പ്രശ്നങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ എല്ലാം കാണാം. ഇപ്പൊ കാരുണ്യ പദ്ധതി, ആശുപത്രി പോയാൽ ഒറ്റ സ്വകാര്യ ആശുപത്രി ആ കാർഡ് സ്വീകരിക്കുന്നില്ല, കാസ്റ്റിന്റെ കാർഡ്. കാരണം കോടിക്കണക്കിന് രൂപ ഗവൺമെന്റ് ഈ ആശുപത്രികൾക്ക് കൊടുക്കാറുണ്ട്. സ്വകാര്യ ആശുപത്രികളുടെ മാനേജ്മെന്റ് കൂടിയിട്ട് കാസ്റ്റിന്റെ കാർഡ് സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുക. പാവപ്പെട്ടവൻ ആനുകൂല്യം കിട്ടുന്നില്ല. എന്തെല്ലാം സോഷ്യൽ വെൽഫെയർ സ്കീമാ. മറ്റേ കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്നവർക്ക് ആരോഗ്യ കിരണം പദ്ധതി കൊടുക്കുന്നില്ല. പൈസ ഒന്നും കൊടുക്കുന്നില്ല. കോക്ലിയർ ഇംപ്ലാന്റേഷന്റെ അപ്ഗ്രഡേഷൻ നടക്കുന്നില്ല. ഒരു കാര്യത്തിനും പൈസ ഇല്ലാത്ത സ്ഥിതിയാണ്. അഹങ്കാരത്തിന് മാത്രം ഒരു കുറവ്, അല്ല വല്ല കുറവുണ്ട് പറയുന്നതിന്. ഇത് ഞാൻ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഡെവല്യൂഷൻ സംബന്ധിച്ച് ടീച്ചർ പറഞ്ഞു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 14ാം ധനകാര്യ കമ്മീഷനും 15ാം ധനകാര്യ കമ്മീഷനും പൈസ ഓൺ ദ ബേസിസ് ഓഫ് ദ സെൻസസ് 2011 ആണ് അത് വന്നത്. അപ്പൊ നമ്മളെല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫാമിലി പ്ലാനിംഗ് ഭംഗിയായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ അതിന് വിക്റ്റിമായി മാറുകയാണ്. അതുകൊണ്ട് ആ ടാക്സ് ഡെവല്യൂഷൻ വർദ്ധിപ്പിക്കണമെന്നാണ് നമ്മൾ ആ സ്റ്റാൻഡ് തന്നെയാണ്. പക്ഷെ ഇവരിപ്പോ ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ടും ഇവരുടെ അഴിമതി കൊണ്ടും ഇവര് ഈ ധനപ്രതിസന്ധിക്കുള്ള കാരണം മുഴുവൻ കേന്ദ്രത്തിന്റെ അവഗണനയാണെന്നുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ് പുതിയത്. എന്നിട്ട് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ടീച്ചർ പറഞ്ഞു നെല്ല് സംഭരിച്ചതിന്റെ കാശ് കിട്ടി. നെല്ല് സംഭരിച്ചതിന്റെ കാശ് കിട്ടണമെങ്കിൽ പ്രോപ്പറായിട്ട് അത് ഓഡിറ്റ് ചെയ്ത് ബില്ല് കൊടുക്കണ്ടേ, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ. എന്നിട്ട് കേന്ദ്രം തരുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ സെക്ടർ എന്താ, റബ്ബറിന്റെ സ്ഥിതി. ഇനി നാളികേരം 50,000 ടണ്ണ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തത്. 800 ടണ്ണാണ് കേരളം പ്രൊക്യൂർ ചെയ്തത്. തമിഴ്നാട് ചെയ്തറിയാം. 50,000 ടണ്ണും ചെയ്തിട്ട് ഒരു 34,000 ടണ്ണും കൂടി പ്രൊക്യൂർ ചെയ്യാൻ അവർ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അനുമതി മേടിച്ചു. തമിഴ്നാട് 75,000 ടൺ നാളികേരം സംഭരിച്ചു. അപ്പൊ എത്ര കർഷകർക്കാണ് ആശ്വാസമായത്? 36 രൂപയുടെ റേറ്റ്. ഇവിടെ 200 ടണ്ണ് പോലും സംഭരിച്ചില്ല. അവിടെ നാളികേര കർഷകരുടെ കാര്യമായിരുന്നു. റബ്ബറിന്റെ കാര്യം പോയി. ഏലത്തിന്റെ പ്രശ്നമുണ്ട്. കുറച്ച് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ട് അതിൻ്റെ അകത്ത് കുറെ ഇൻവോൾവ്മെന്റ്. അടക്കാ കൃഷിക്കാരുടെ കാര്യം. അഗ്രികൾച്ചർ ഇക്കോണമി പൂർണ്ണമായി തകർന്നു. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വളരെ ഗൗരവതരമായി ബാധിക്കും. നമ്മുടെ റൂറൽ ഇക്കോണമി പൂർണ്ണമായി തകരുകയാണ്. ഇതിന്റെ നെറ്റ് റിസൾട്ടാണ് ഭീകരാവസ്ഥയാണ്. ഞങ്ങളെ പഠിപ്പിക്കാനോ ശമ്പളം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിപ്പിക്കാനോ പറഞ്ഞല്ല, യഥാർത്ഥത്തിലുള്ള പിക്ചറാണ്. ഇതിനേക്കാൾ ദയനീയം പറഞ്ഞാൽ കുറെ സ്റ്റാറ്റിസ്റ്റിക്സും കുറെ ഡീറ്റെയിൽസും ഉണ്ട്. സമയക്കുറവ് മൂലം പറയുന്നില്ല. ഇത്ര അപകടത്തിലെത്തി ഇവര് മാത്രം ഇതാകുന്നില്ല.
അവർക്കിത് മനസ്സിലായിട്ടുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്ത വിസ്മയിപ്പിക്കുകയാണ് ഇവര്. ഒരു പിടിയും കിട്ടാത്ത രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇങ്ങനെയൊന്നുമില്ല. അവർ കണ്ട് പൊളിറ്റിക്കലായിട്ട് ഇത് കേന്ദ്ര അവഗണനയാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ പ്രശ്നവും തീരും എന്നാണ് അവരുടെ ധാരണ. ഇവർക്ക് 55,000 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി കേന്ദ്രത്തിൽ നിന്ന്. നമ്മുടെ കാലത്ത് ഒരു ഗവൺമെന്റിന് കിട്ടാത്തത്രയും പൈസയാണ്. 55,000 കോടി രൂപ 5 വർഷം കൊണ്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറഞ്ഞൊരു അഡീഷണൽ ഇത് കിട്ടിയവർക്ക് ഈ ഗവൺമെന്റിന് കിട്ടി. അതൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ പക്ഷെ കടലിൽ കൊണ്ട് കായം കിടക്കുന്ന പോലെയാണ്. കാണുന്നില്ല, പൈസ കാണുന്നില്ല, പൈസ മുഴുവൻ പോവുകയാണ്. എന്നിട്ടാണ് ഒരു സ്റ്റേജിൽ 50 ലക്ഷം രൂപയ്ക്ക് ഈ നാടകം നടത്തിയത് മുഴുവൻ. എന്നിട്ട് പൈസ പിരിക്കാനുള്ള ചുമതല ആർക്കാ? അഡീഷണൽ കമ്മീഷണർ GST ഇന്റലിജൻസ്. അവന്റെ ജോലി എന്താ ശരിക്കും? നികുതി വെട്ടിപ്പ് തടയാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന് ഏറ്റവും കൂടുതൽ പൈസ പിരിച്ചതിന് മുഖ്യമന്ത്രി അവാർഡ് കൊടുക്കും. പൈസ എവിടുന്ന പിരിക്കുന്നത്? ഇയാൾ പിരിച്ച പൈസ എവിടുന്ന കിട്ടുന്നത്? പേടിപ്പിച്ച് പിരിക്കുക. കോറകളിൽ നിന്ന്, ജുവലറികളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്. സ്റ്റേറ്റ് GSTയുടെ അഡീഷണൽ കമ്മീഷൻ വെച്ചാൽ കാശ് കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടാവും? പീഡിപ്പിച്ച് പൈസ പിരിക്കുക. അതിന്റെ ഇമ്പാക്ട് കൂടി നമ്മുടെ ടാക്സ് കളക്ഷൻ വരെയാണ്. നികുതി വെട്ടിപ്പ് തടയേണ്ട ആളാണ്. നികുതി വെട്ടിപ്പ് തടയേണ്ട ആളെ കൊണ്ട് സർക്കാർ കള്ളപ്പിരിവ് നടത്തിക്കുകയാണ്. ആലോചിച്ച് നോക്കി, എന്തും ചെയ്യാൻ പഠിക്കില്ല. എന്നിട്ട് അയാൾക്ക് അവാർഡ് കൊടുക്കുക. ഞാൻ തലയിൽ കൈവച്ചു. ഇതിനൊക്കെ ധൈര്യം എന്ന് പറയുന്നത്, ഒരു ഗവൺമെന്റിൽ ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് എന്താണ്? എന്തും പറയട്ടെ എന്നാണ്. അപകടത്തിൽ കൊണ്ടുപോയി എത്തിക്കുകയാണ്. ഈ അടുത്ത വർഷമാകുമ്പോഴേക്കും ഇത് വളരെ രൂക്ഷമാവും. കാരണം ഈ GSTയിലോ മറ്റു കാര്യങ്ങളിലോ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനോ ചെലവ് ചുരുക്കാനോ ഉള്ള ഒരു പ്ലാനില്ല. നമുക്കൊരു ക്രൈസിസ് മാനേജ്മെന്റ് തന്നെ. ഒരു വിഷയം വരും. വിഷയമൊക്കെ എപ്പോഴും വരും, ഏത് കാലത്തും വരും, ഭാവിയിലും വരും, ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ക്രൈസിസ് മാനേജ്മെന്റാണ്. നികുതി വരുമാനം വർദ്ധിപ്പിക്കണം. നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ഏതെല്ലാം സെക്ടറിലാണ്? ഗോൾഡിൽ നിന്ന് കിട്ടുന്ന എത്രയാണ്? ഗോൾഡിന്റെ പ്രശ്നം എന്താ? കിട്ടാത്തത് അതിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ധനകാര്യമന്ത്രിമാരിങ്ങനെ യാത്ര ചെയ്ത് കൊച്ചി, തൃശ്ശൂര് സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്നത്. അവിടെ പോയി ഓരോ സെക്ടറും പഠിച്ചിട്ട് പറയും അടുത്ത കഴിഞ്ഞ ക്വാർട്ടറിൽ കിട്ടിയത് എത്രയാണ്, കഴിഞ്ഞ വർഷം ഈ ക്വാർട്ടറിൽ കിട്ടിയത് എത്രയാണ്, അതിന്റെ ഒരു 25% ഈ പ്രാവശ്യം കൂടുതൽ വേണം. ദിസ് ഈസ് ദ ടാർഗറ്റ്. ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കും. ഇവിടെ ആര് ചെയ്യണം, ഏത് ചെയ്യണം, എന്ത് ചെയ്യണത് ആരും ചെയ്യുന്നില്ല. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോട്ടെ, 44 ദിവസം സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി ആ ബസ്സിൽ കയറിയാണ്. ഈ ട്രഷറി താഴ്ത്തു കൂട്ടിയിട്ട്. പണ്ട് ഏറ്റവും കുറവ് ട്രാവൽ ചെയ്യുന്ന ആള് ധനകാര്യമന്ത്രിമാരെ. കാരണം അവരിവിടെ ഉണ്ടാവണം. അവർ പോകുന്നത് എങ്ങോട്ടാ? ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി അവരെ അഡ്രസ് ചെയ്ത് അവർക്ക് ടാർഗറ്റ് കൊടുത്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച്, അല്ലെ, ഇതൊക്കെ ചെയ്യിപ്പിച്ച് ടാക്സ് ഇവേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ്. ഫുൾ ടൈം ജോലിയാണ്, റൗണ്ട് ദ ക്ലോക്ക് ആണ്. 44 ദിവസം ധനകാര്യമന്ത്രി തിരുവനന്തപുരത്തില്ല. ആലോചിച്ച് നോക്കിയേ. അപ്പൊ എന്തായിട്ട് കാര്യമൊന്നുമില്ല. കാരെ പൂട്ടിയിരിക്കുകയാണ്. അപ്പൊ ഒരു സീരിയസ്നെസ്, ഒരു ഗൗരവവും ഒരു കൈകാര്യം ചെയ്യാനില്ല. അത് കൂടുതൽ അതാണ് നമ്മളെ ഭയപ്പെടുന്നത്, സത്യത്തിൽ ഭയപ്പെടുന്നത്. അപ്പോ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് വല്ലാത്ത ഉൾപോക്കിലേക്കാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.